അങ്കമാലിക്ക് പിന്നാലെ ആനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന രണ്ടാം പാപ്പാനെ ചവിട്ടിക്കൊന്നു. പുറത്തുവന്ന ഏക സീറ്റ് പോളുകളിൽ എല്ലാം അങ്കമാലിയിൽ UDF വിജയം അടിവരയിടുന്നു. ആത്മവിശ്വാസത്തിന്റെ നെറുകയിൽ അങ്കമാലിയിലെ UDF. ഭർത്താവ് മരിച്ച് 11 മണിക്കൂറിന് ശേഷം ഭാര്യയും മരണപ്പെട്ടു. ചെമ്പംകുന്ന് ശൂരനെല്ലൂർ കളരിക്കൽ കൃഷ്ണൻ മകൻ ശശിധരൻ 69, ഭാര്യ തങ്കമണി 65 എന്നിവരാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അങ്കമാലിക്ക് പിന്നാലെ ആനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയാണ് രണ്ടാം പാപ്പാനെ ചവിട്ടിക്കൊന്നു. രണ്ടാം പാപ്പാനായ ശ്രീകുട്ടൻ 25 മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ അങ്കമാലി കിടങ്ങൂരിലും ആനയിടഞ്ഞ് ഒരാളെ ചവിട്ടിക്കൊന്നു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. വാഴ്വാടി കാശിനാഥൻ എന്ന ആനയാണ് ഇടഞ്ഞത്. രണ്ടാം പാപ്പാനായ ശ്രീകുട്ടനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി നടന്ന വിളക്കെഴുന്നള്ളിപ്പിനിടെയും ഇതേ ആന തെറ്റിയിരുന്നു. ഉടൻ തന്നെ പാപ്പാന്മാർ ആനയെ തളച്ച് കൊട്ടിലാക്കൽ പറമ്പിലേക്ക് മാറ്റി. എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയോടെ വീണ്ടും അക്രമാസക്തനായ ആന തളച്ചിരുന്ന പറമ്പിലെ താൽക്കാലിക ഷെഡ് തകർക്കുകയും പാപ്പാന്മാരെ ആക്രമിക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ പാപ്പാന്മാരായ 28 വയസ്സുള്ള അമൽ, 25 വയസ്സുള്ള ശ്രീകുട്ടൻ എന്നിവർക്ക് പരിക്കേറ്റു. ഉടൻ തന്നെ ഇവരെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നെഞ്ചിൽ ചവിട്ടേറ്റ രണ്ടാം പാപ്പാൻ ശ്രീകുട്ടൻ മരിച്ചു. പരിക്കേറ്റ ഒന്നാം പാപ്പാൻ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാവിലെ എറണാകുളം അങ്കമാലി കിടങ്ങൂരിലും ആനയിടഞ്ഞ് ഒരാളെ ചവിട്ടിക്കൊന്നിരുന്നു. കിടങ്ങൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ കൊണ്ടുവന്ന ലോറി ഡ്രൈവർ വിഷ്ണുവാണ് മരിച്ചത്. ക്ഷേത്രത്തിലെത്തിച്ച ആനയെ കുളിപ്പിക്കുന്നതിനിടെയാണ് ആന വിരണ്ടോടിയത്. മയ്യനാട് അരുണിമ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. തുടർന്ന് പരിഭ്രാന്തി പരത്തിയ ആനയുടെ ആക്രമണത്തിൽ ലോറി ഡ്രൈവർ വിഷ്ണു കൊല്ലപ്പെടുകയായിരുന്നു. ആക്രമണത്തിൽ ആനയുടെ രണ്ടാം പാപ്പാന് ഗുരുതരമായി പരിക്കേറ്റു. കൊല്ലം പുത്തൻപുരയ്ക്കൽ സ്വദേശി പ്രദീപിനെ പരിക്കുകളോടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മൃതദേഹത്തിനടുത്ത് നിലയുറപ്പിച്ച ആനയെ ഏറെ സമയമെടുത്താണ് മയക്കുപിടി വെച്ച് തളച്ചത്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട, ചാലക്കുടി. പുറത്തുവന്ന ഏക സീറ്റ് പോളുകളിലെല്ലാം അങ്കമാലിയിൽ UDF വിജയം അടിവരയിടുന്നു. ആത്മവിശ്വാസത്തിന്റെ നെറുകയിലാണ്. അതുകൊണ്ട് തന്നെ അങ്കമാലിയിലെ UDF നേതാക്കൾ ഇത്തവണ സോഷ്യലിസ്റ്റ് പാർട്ടികളിൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റിൽ CPM നേരിട്ട് മത്സരിച്ചത് അണികളിൽ ആവേശം നിറച്ചുവെന്നും അത് അനുകൂല വോട്ടായി മാറിയെന്നുമാണ് LDF കണക്കുകൂട്ടൽ. അങ്കമാലിയിലെ അംഗചേകവരാരെന്നാണ് ചോദ്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം കൂടുതൽ UDFനാണ്. എന്നാൽ UDF അവകാശവാദങ്ങളെ കണക്കുകൾ നിരത്തി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് LDF. 2020 പിടിക്കുന്ന വോട്ടുകൾ അങ്കമാലിയിൽ നിർണായകവുമാണ്. എന്താണ് അങ്കമാലിയുടെ മനസ്സിലുള്ളത്? അങ്കമാലി നിയോജക മണ്ഡലം വികസനവും രാഷ്ട്രീയ പോരാട്ടവും നിർണായകമാകുന്ന തിരഞ്ഞെടുപ്പ്. എറണാകുളം ജില്ലയിലെ പ്രധാന രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊന്നായ അങ്കമാലി നിയമസഭാ മണ്ഡലം ഇത്തവണയും അടുത്ത ത്രികോണ മത്സരത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. സാമ്പത്തിക സാമൂഹിക പ്രാധാന്യമുള്ള ഈ മണ്ഡലത്തിൽ LDF, UDF, NDA മുന്നണികൾ ശക്തമായ പ്രചാരണവുമായി രംഗത്തുണ്ട്. നിലവിലെ MLA ആയ UDFിലെ റോജി M. ജോൺ, LDFിന്റെ സാജു പോൾ, NDAയുടെ പ്രോമി കുര്യാക്കോസും സ്ഥാനാർത്ഥികളായി വികസനവും ജനക്ഷേമവും എന്ന മുദ്രാവാക്യവുമായി രംഗത്തുണ്ട്. UDFിന്റെ റോജി M. ജോൺ രണ്ടാം തവണയും ജനവിധി തേടുകയാണ്. കഴിഞ്ഞ കാലയളവിൽ മണ്ഡലത്തിലെ റോഡ് വികസനം, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടം, സ്കിൽ എക്സലൻസ് സെന്റർ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയാണ് പ്രധാന നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്നത്. സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ വ്യാപനം, പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പദ്ധതികൾ, പൊതുമേഖല ശക്തിപ്പെടുത്തൽ, സംസ്ഥാന സർക്കാരിന്റെ തുടർച്ചയായ വികസന മാതൃക അങ്കമാലിയിലും വ്യാപിക്കൽ എന്നിവയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. അങ്കമാലിയിൽ NDAക്ക് പരമ്പരാഗതമായി പരിമിത സ്വാധീനമുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനം, ദേശീയപാത റെയിൽ വികസനം, യുവജന തൊഴിലവസരങ്ങൾ, കേന്ദ്ര പദ്ധതികളുടെ വ്യാപനം എന്നിവയാണ് പ്രധാന പ്രചാരണ വിഷയങ്ങൾ. സിറിയൻ, ക്രൈസ്തവ സമൂഹ, പ്രവാസി കുടുംബങ്ങൾ, യുവജന വോട്ടുകൾ, തദ്ദേശ ഭരണത്തിലെ സമീപകാല രാഷ്ട്രീയ മാറ്റങ്ങൾ എന്നിവ അങ്കമാലിയിലെ ഫലം നിർണ്ണയിക്കാൻ നിർണായകമാകും. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടുതൽ മത്സരാത്മകമാക്കിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരവും പുതിയ വോട്ടർമാരുടെ നിലപാടും നിർണായകമാകാം.
അങ്കമാലിയിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം കൂടുതൽ ശക്തമാകുമ്പോൾ മണ്ഡലത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ജനങ്ങളുടെ അന്തിമ വിധിയായിരിക്കും. റോജി എം ജോൺ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വിജയമുറപ്പെന്ന് റോജി വിശ്വസിക്കുന്നു. അങ്കമാലിയിലെ റോഡ് ബ്ലോക്ക് പോലെ വികസനവും ബ്ലോക്കിൽ പെട്ടെന്ന് LDF ചൂണ്ടിക്കാട്ടുന്നു. ജനം ആര് വിശ്വസിക്കുമെന്നറിയാൻ കാത്തിരിക്കും. ക്യാമറാമാൻ ടോജോടൊപ്പം അനഘ, മീഡിയ ടൈം. കയ്പമംഗലത്ത് വിജയത്തിൽ കുറഞ്ഞതൊന്നും LDF പ്രതീക്ഷിക്കുന്നില്ല. വലിയ ഭൂരിപക്ഷത്തിൽ ഇടതു കോട്ടയിൽ K. വത്സരാജ് വിജയിച്ചു കയറുമെന്നാണ് LDF ആത്മവിശ്വാസം. എന്നാൽ അടിയൊഴുക്കുകൾ ഉണ്ടെന്നും അട്ടിമറി പ്രതീക്ഷിക്കാമെന്നും UDF കേന്ദ്രങ്ങൾ പറയുന്നു. NDAയും കയ്പമംഗലത്ത് വോട്ട് വർധന ലക്ഷ്യമിടുന്നു. കയ്പമംഗലം ഇത്തവണ ആരെ ഭരിക്കും? എന്തെങ്കിലും രാഷ്ട്രീയ അട്ടിമറി സാധ്യത കയ്പമംഗലത്ത് ഒളിച്ചിരിക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് കയ്പമംഗലം മണ്ഡലത്തിൽ എന്തുണ്ടാകുമെന്ന് വിലയിരുത്താൻ ശ്രമിക്കുകയാണ്. കയ്പമംഗലത്തിൽ തിരഞ്ഞെടുപ്പിലെ കണക്കിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കയ്പമംഗലം നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ആവേശം ദിനം പ്രതി ശക്തമാകുന്നതിനിടെ വിവിധ മുന്നണികളും അണിയറ പ്രവർത്തനങ്ങളും കണക്കുകൂട്ടലുകളും സജീവമാകുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പ്രവണതകൾ വിലയിരുത്തി വിജയം തങ്ങളുടേതാകുമെന്ന് ഓരോ മുന്നണിയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ചിലർക്കിത് ആത്മവിശ്വാസവും മറ്റു ചിലർക്കിത് ആശങ്കയും സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. മുൻ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ അടിസ്ഥാനമാക്കി ഇത്തവണയും കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കപ്പെടുന്നു. കഴിഞ്ഞ തവണ നേടിയ വിജയം ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. അതേസമയം നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. NDAയും ഈ തവണ നിർണായക ശക്തിയായി മാറാമെന്ന വിലയിരുത്തലിലാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. UDF ശക്തമായ വെല്ലുവിളി ഉയർത്തിയെങ്കിലും അവസാന ഘട്ടത്തിൽ LDF മുന്നേറ്റം ഉറപ്പിച്ചു. BJPയും ശ്രദ്ധേയമായ വോട്ട് വിഹിതം നേടിയിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം ചിലവട്ടം മാറി. മൂന്ന് മുന്നണികളും ശക്തമായ വോട്ട് നേട്ടം കൈവരിച്ച സാഹചര്യത്തിൽ വോട്ടർമാരുടെ നിലപാടിൽ മാറ്റമുണ്ടാകാമെന്ന സൂചനകൾ ലഭിച്ചു. പ്രത്യേകിച്ച് NDAയുടെ വോട്ട് ശതമാനം ഉയർന്നത് ഈ തവണയും മത്സരത്തെ കടുപ്പിക്കുമെന്നാണ് നിരീക്ഷണം. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമാണ് നടന്നത്. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ചേർന്നുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണെന്ന് വ്യക്തമാണ്. 3 വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ആരാകും വിജയിക്കുക എന്നത് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. 3 മുന്നണികളുടെ ആയിരക്കണക്കിന് വോട്ടുകൾ നേടുമെന്ന് അവകാശപ്പെടുമ്പോൾ വിജയിയുടെ ഭൂരിപക്ഷം കുറച്ചായിരങ്ങളിൽ ഒതുങ്ങുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇപ്പോൾ മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനം നിർണായക ഘടകമായി മാറിയിരിക്കുകയാണ്. സ്ത്രീ വോട്ടർമാരുടെയും യുവജന വോട്ടർമാരുടെയും പങ്കാളിത്തം ഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തൽ. കയ്പമംഗലത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഫലം നിർണായകമാകുമെന്ന് വ്യക്തമാണ്. മണ്ഡലത്തിലെ ഓരോ വോട്ടും ഇത്തവണ വലിയ പ്രാധാന്യം അർഹിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. തീരമേഖലയ്ക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇവിടത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഊന്നിയാണ് ഇവർ തെരഞ്ഞെടുപ്പ് നോക്കിക്കണ്ടത്. വെറും രാഷ്ട്രീയം മാത്രമായിരുന്നില്ല ഇത്തവണ കയ്പമംഗലം തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇവിടെ ജനവിധി നിർണായകമാണ്. ക്യാമറമാൻ ടോജോയോടൊപ്പം മാളവിക, മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഭർത്താവ് മരിച്ച് 11 മണിക്കൂറിന് ശേഷം ഭാര്യയും മരണപ്പെട്ടു. ചെമ്പംകുന്ന് ചൂരനെല്ലൂർ കളരിക്കൽ കൃഷ്ണൻ മകൻ ശശിധരൻ 69, ഭാര്യ തങ്കമണി 65 എന്നിവരാണ് മരിച്ചത്. ഭർത്താവ് ശശിധരൻ ബുധനാഴ്ച വൈകിട്ട് 7:30 മരിച്ചു. തുടർന്ന് ഭാര്യ തങ്കമണി വ്യാഴാഴ്ച രാവിലെ 6:30 മരിച്ചു. ശശിധരൻ വീട്ടിലും തങ്കമണി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോഴുമാണ് മരണപ്പെട്ടത്. ചാലക്കുടി ക്രിമിറ്റോറിയത്തിൽ 2 പേരുടെയും സംസ്കാരം നടന്നു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ കുട്ടികളുടെ 3 ദിവസത്തെ ചിത്രകലാ പരിശീലന ക്യാമ്പ് സമാപിച്ചു. ഗ്രാമിക കലാവേദിയും കേരള ലളിതകലാ അക്കാദമിയും സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ക്യാമ്പംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ലളിതകലാ അക്കാദമി സെക്രട്ടറി രാജീവ് പിള്ള നിർവഹിച്ചു. ചിത്രകാരിയും കവിയുമായ ഇമാനുവൽ മെറ്റിൽസ് അധ്യക്ഷയായി. ചിത്രകാരൻ പടുതോൾ വാസുദേവൻ, ചിത്രകാരന്മാരായ അശ്വതി ബൈജു, സുരേഷ് മുട്ടത്തി, കൃഷ്ണേന്ദു സി, BC മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. 5 മുതൽ 12 വരെ ക്ലാസുകളിലെ 40 കുട്ടികളാണ് പങ്കെടുത്തത്. ചിത്രകാരന്മാരായ മണികണ്ഠൻ തവനൂർ, രാഹുൽ, PP സുമേഷ്, അഭിജിത്ത് TS എന്നിവരാണ് പരിശീലനം നൽകിയത്. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരുന്ന സമ്മർ ഫുട്ബോൾ, വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു.
എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപകൻ KS കിരൺ, ഫുട്ബോൾ കോച്ച് PK വിനോദ്, കായിക അധ്യാപകൻ മുഹമ്മദ് സുഹൈൽ, ക്യാമ്പ് കോർഡിനേറ്റർ TN സിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സൗത്ത് ഏഷ്യൻ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ റയാൻ മജീദിനെ ആദരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ചെയ്തു. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ചാലക്കുടി എക്സസൈസ് റേഞ്ച് ഓഫീസിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചാലക്കുടി നഗരസഭ പൊതുജനാരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെ 2 ജീവനക്കാരെ ലഭ്യമാക്കി. ചാലക്കുടി എക്സസൈസ് റേഞ്ച് കെട്ടിട പരിധിയിൽ നിരവധി വാഹനങ്ങളായ തൊണ്ടിമുതലുകളായ കാറുകൾ, നിരവധി ബൈക്കുകൾ, നിരവധി കസ്റ്റഡിയിലുണ്ട്. അതിനോടൊപ്പം തന്നെ മരങ്ങളിലെ വളരെയധികം ഇലകളും കിടക്കുന്നതുമൂലം കൊതുക് ശല്യം സാധ്യതയുള്ളതിനാൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ചന്ദ്രാപിന്നി വെമ്പളത്ത് ശ്രീ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി മുത്തപ്പന് കളം, വീരഭദ്രന് കളം, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, ഭദ്രകാളിക്ക് രൂപക്കളം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു. പകൽപൂരത്തിൽ ഗജവീരൻ തൊട്ടേക്കാട് വിനായകൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തൃപ്രയാർ അനിയന്മാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും പകൽപൂരത്തിന് അകമ്പടിയായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അങ്കമാലിക്ക് പിന്നാലെ ആനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന 2ാം പാപ്പാനെ ചവിട്ടിക്കൊന്നു. പുറത്തുവന്ന ഏക സീറ്റ് പോളുകളിൽ എല്ലാം അങ്കമാലിയിൽ UDF വിജയം അടിവരയിടുന്നു. ആത്മവിശ്വാസത്തിന്റെ നെറുകയിൽ അങ്കമാലിയിലെ UDF. ഭർത്താവ് മരിച്ച് 11 മണിക്കൂറിന് ശേഷം ഭാര്യയും മരണപ്പെട്ടു. ചെമ്പംകുന്ന് ശൂരനെല്ലൂർ കളരിക്കൽ കൃഷ്ണൻ മകൻ ശശിധരൻ 69, ഭാര്യ തങ്കമണി 65 എന്നിവരാണ് മരിച്ചത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.